കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സരസ്വതി കലാക്ഷേത്രത്തിലെ റിഹേഴ്സൽസും PG കോളേജിലെ പ്രാക്ടിക്കൽസും ഉണ്ടെങ്കിൽ അതല്ലേ പ്രധാനം. അമ്പലത്തിലെ പ്രോഗ്രാം ഒക്കെ വിട്ടുകളയുന്ന എന്നെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചത് ചേച്ചിയാ. അങ്ങനെ പോരട്ടെ സത്യം. ഇപ്പൊ കാര്യം പിടിയിട്ടില്ലേ? എന്റെ ശ്രേയമോൾ അവിടെ ഡാൻസ് കളിച്ച അങ്ങോട്ട് വരുന്നവർ എന്റെ മോളെ പൊക്കി തലേ വെക്കും. അത് ഇല്ലാണ്ടാക്കാനാ ഇവൾ ഇടിച്ചു കയറി ചെന്നത്. ഇപ്പൊ ദൈവം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? നാട്ടുകാരുടെ വായിലിരിക്കുന്ന കേട്ടിട്ടല്ലേ വന്നിരിക്കുന്നേ. ശ്രേയ പറഞ്ഞത് സത്യമാണോ വൈദേഹി? നീ പറയേ. കള്ളം പറയേണ്ടി വരുന്ന സമയത്ത് ചേച്ചിക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് ആർക്കും അറിയില്ലേ? അയ്യോ, ചേച്ചി സത്യം എങ്ങാനും വിളിച്ചു പറയുമോ? ഇന്ന് ഈ വെള്ളം കുടിക്കേ, ഒറ്റയടിക്ക് കുടിച്ചോണം. ഞങ്ങളല്ലാതെ ആരാ ഇപ്പൊ നിന്നെ കുറിച്ച് ഓർക്കാന്? സത്യം പറ വൈദേഹി. സാരമില്ല, ചേച്ചി പറഞ്ഞു. മൗനം വിദ്വാന് ഭൂഷണം. അവള് പറഞ്ഞത് സത്യവാ. മോളെ ഒന്നും പറയണ്ട. സഹതാപം തോന്നുക. വൈദേഹി തെറ്റൊന്നും ചെയ്തിട്ടില്ല. ശ്രേയെ പഠിച്ചോട്ടെന്ന് കരുതിയ വൈദേഹി മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടത്. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. എനിക്ക് 2 പെൺകുട്ടികളാണെന്ന് തന്നെ ഞാൻ കരുതുന്നത്. പൂങ്കണ്ണീരും പൊഴിച്ച് നീ അവനെ പാട്ടിലാക്കി. ഇനിയെങ്കിലും ആ കണ്ണീരൊന്ന് തുടയ്ക്ക്. സോറി ചേച്ചി, സത്യം പറഞ്ഞു കഴിഞ്ഞ അച്ഛൻ എന്നെ തല്ലിക്കൊല്ലില്ലേ. അത് ചേച്ചിക്ക് കണ്ടു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ നുണ പറഞ്ഞത്. എന്റെ ചേച്ചി വിഷമിക്കുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. സമയമാകുമ്പോഴേക്കും വരുമല്ലോ അല്ലേ? വാക്ക് പറഞ്ഞാൽ ഞാൻ തെറ്റിക്കില്ല. ചൂട് സമയത്ത് ഇങ്ങനെ മോര് കുടിക്കാൻ കിട്ടിയപ്പോ എന്തൊരു ആശ്വാസമാണെന്നോ. എന്തായാലും വളരെ നന്ദി. സംഭാരം എന്തായാലും കേമായിരുന്നു.
കുട്ടിയുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ ഒന്നും രണ്ടും അല്ല. ആ, ആ. ഇത് കണ്ടോ? ഈ കുട്ടിയുടെ അച്ഛൻ ആർമിയിലാണ് കേട്ടോ. ആ അമ്മേ, നല്ല കാശുള്ള വീട്ടിലെയാ, ഒറ്റ മോളാ. ഇത് കണ്ട, ഈ കുട്ടി വലിയ ഡാൻസുകാരിയാ. ദേ ഇവള് ഡോക്ടറിന് പഠിച്ചോണ്ടിരിക്കുക. ദേ ഈ കുട്ടി MA കഴിഞ്ഞതാ. മാംഗ്ലൂരിലെ IT ഓഫീസറാ ഇവള്. പിന്നെ ദേ ഇവരൊക്കെ എല്ലാം നല്ല ചന്തമുള്ള കുട്ടികളാ. അപ്പോഴേ കണ്ടല്ലോ, ഇനി ഏതാ താല്പര്യം എന്ന് വെച്ചാ നോക്കി പറഞ്ഞാ മതി. ഇതിപ്പോ നാട്ടിലുള്ള മുഴുവൻ പെൺകുട്ടികളുടെയും ഫോട്ടോ ഉണ്ടല്ലോ. അതിപ്പോ നമ്മുടെ തൊഴിലല്ലേ. നിങ്ങളെ പോലുള്ളവരുടെ കാരുണ്യം കൊണ്ട് ജീവിച്ചു പോണു. ഇന്നിപ്പോ എന്നെ പോലുള്ളവരെ ജനങ്ങൾക്ക് വേണ്ടാണ്ടായിരിക്കാണല്ലോ. എല്ലാവരും മാട്രിമോണി അന്വേഷിച്ച് പോവാണല്ലോ. വലിയ മത്സരല്ലേ. അതിനിടയ്ക്ക് നമ്മള് ഒന്ന് പിടിച്ചു നിന്ന് പോണതേ നല്ല കുടുംബത്തിലെ നല്ല കുറെ ഏറെ ബന്ധങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് നടക്കണോണ്ടാ. ഒന്ന് സെലക്ട് ചെയ്യേ. ഇതെന്താ ഇവിടെ ഒരു ഫോട്ടോ എക്സിബിഷൻ? ദേവന് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തണ്ടേ ഊർമിളെ? ഇത്ര തിടുക്കോ? ഗ്രേറ്റ്. എല്ലാരും നല്ല സ്പീഡിലാണല്ലോ. ദേവ, മോനി ഫോട്ടോസ് ഒന്ന് നോക്ക്. ദേവമോനെ, ഇതില് ചിലതൊക്കെ മോന്റെ അച്ഛൻ നോക്കി സെലക്ട് ചെയ്ത ഫോട്ടോസ് ആണ് കേട്ടോ. മോനൊന്ന് സമ്മതാണെന്ന് പറഞ്ഞാ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പണിക്കരമാ നോക്കിക്കോളാം. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഈ ഫോട്ടോയിലുള്ളതൊക്കെ നല്ല പഠിപ്പും വിവരമുള്ള വലിയ വലിയ കുടുംബത്തിലെ പെൺകുട്ടികളാ മോനെ. ഈ ഫോട്ടോസ് ഒന്ന് നോക്ക് മോനെ. എനിക്ക് കുറച്ച് സമയം വേണം. എന്തു ചേട്ടനിപ്പോ ഈ ഫോട്ടോസ് ഒന്നും കണ്ടുപിടിക്കൂല. വേറെ ഏതാ ഇഷ്ടം? അല്ല, ഈ മഷി വീണതോ നിറം പുരണ്ടതൊക്കെയാ താല്പര്യം. നീ ഒന്ന് വായടച്ച. അതെന്താ ഈ നിറവും മഷിയൊക്കെ? അവൻ ചുമ്മാ ഓരോന്ന് പറയുന്നതല്ല അച്ഛാ. ഈ നേച്ചർ ഫോട്ടോസൊക്കെ കണ്ട അവനും ഓരോന്ന് മനസ്സിലായിട്ട് വേണ്ടേ? അങ്ങനെ ചിലത് കണ്ടിട്ട് പറയുന്നതാവും. മോൻ ഈ ഫോട്ടോസ് ഒന്ന് നോക്കിക്കേ. പെട്ടെന്നൊരു ഉത്തരവൊന്നും പറയണമെന്നില്ല. ആ, അങ്ങനെ ഒരുപാട് വെച്ച് താമസിപ്പിക്കുന്നു വേണ്ട. ഒന്ന് കറങ്ങി തിരിഞ്ഞാൽ ഇതിൽ പലതിനെ പലരും കൊത്തിക്കൊണ്ടുപോകും. നല്ല പെൺകുട്ടികളെ ഇക്കാലത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണേ. ചേട്ടന് വേറൊരു ഫോട്ടോയുടെ ക്ലാരിറ്റി കിട്ടുന്നവരെ ഇതിനെ കുറിച്ചൊന്നും പറയൂല. വിനയ, നിനക്കൊന്ന് കുറച്ചേരം മിണ്ടാതിരുന്നൂടെ? അതേതാ മോനെ വേറെ ഫോട്ടോ? എല്ലാം ഒരു ഫോട്ടോ തന്നെയാ. മുഖം കാണില്ലല്ലോ. ദേവാ, കല്യാണം വേണ്ടെന്ന് പറഞ്ഞല്ലേ നീ അമേരിക്കയിലേക്ക് ഓടിയത്? അച്ഛമ്മയെ കാണാൻ വന്നിട്ട് കല്യാണത്തിന് സമ്മതിച്ചത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേ ചൂടിൽ തന്നെ നമുക്ക് നല്ലൊരു ബന്ധവും കണ്ടെത്തണം. ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. അച്ഛാ, ജന്മാന്തരങ്ങളുടെ ബന്ധമാണ് കല്യാണം. അത് രണ്ട് കുടുംബങ്ങളുടെ സംഗമമാണ്. ഇങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയട്ടെ. ഒരാളെ കണ്ട് ഇഷ്ടപ്പെടാതെ പിന്നെ ഇങ്ങനെ കല്യാണം കഴിക്കും? ഉടനെ അങ്ങ് പറയൂ. ഡവിനെ, നീ വായടക്ക്. ദേവ, എന്ത് നടന്നാലും അത് നിന്റെ പൂർണ്ണ മനസ്സോടെ നടക്കൂ. ഓക്കെ? ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ കല്യാണം നടന്നത്.
ഇനി മറ്റൊരു വീൽ ചെയറും കൂടി വാങ്ങേണ്ടി വരുമോ ആവോ? ഊർമിളെ, എന്താ അച്ഛമ്മേ, പറഞ്ഞ ഉടനെ അതങ്ങ് നടക്കണമെന്നൊന്നുമില്ലല്ലോ. ഞാനും എൻ്റെ ഭർത്താവും ഒന്നിച്ചുള്ള ഒരു ദാമ്പത്യ ജീവിതം ഇന്ന് സ്വപ്നങ്ങളിൽ മാത്രമായി. എന്തൊക്കെയായിരുന്നു എൻ്റെ കല്യാണത്തിന്. കെട്ടിയോന് കാലം അനക്കാൻ പറ്റാത്തപ്പോ എൻ്റെ കാലം ഞാനെങ്ങനെയാ? ഇതിലും കാര്യമായിട്ട് ഇതിനെ അവതരിപ്പിക്കേണ്ടതില്ലല്ലോ. അതെ ഏട്ടത്തിമ്മ, എല്ലാ സ്നേഹബന്ധത്തിനും കുട്ടികൾ ഉണ്ടാവണമെന്നില്ല. ഭർത്താവിന് മകനെ പോലെ നോക്കുന്ന എത്രയോ ബന്ധങ്ങളുണ്ട്. അജയേട്ടൻ ഏട്ടത്തിയമ്മയെ അമ്മയെ എന്ന് വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കുണ്ടാവുന്ന കുഞ്ഞിനേക്കാൾ കൂടുതലായി നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ ഒരു കുഞ്ഞിനെ പോലെ നോക്കുന്നതിന് മഹത്വം ഒത്തിരി വരിക. എല്ലാം പോസിറ്റീവായി കാണാൻ ഒന്ന് ശ്രമിച്ചൂടെ ഏട്ടത്തിയമ്മ? ദേവാ, ചില കാര്യങ്ങൾ മാറി നിന്ന് ഉപദേശിക്കാൻ എളുപ്പം, പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ പെടച്ചിൽ മനസ്സിലാവും. മലന്ന് കിടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് അത് ചെയ്തതൊക്കെ നിന്റെ ഏട്ടനും ചെയ്യാറുണ്ട്. വിസർജ്യം പോലും മടികൂടാതെ വൃത്തിയാക്കുമ്പോൾ സ്ത്രീയുടെ മൂർത്തിഭാവമായിട്ട് ഉദ്ധരിക്കാൻ ആളുണ്ടാവും. പക്ഷെ ഒരു കുഞ്ഞില്ലെങ്കിൽ മാതൃത്വത്തിന്റെ മൂർത്തിഭാവമായിട്ട് ആരും അംഗീകരിക്കില്ല. നാളെ നിനക്കും ബാധകമാണ്, യുനോ. പണിക്കരെ, പറഞ്ഞോളൂ. ആ ഫോട്ടോസൊക്കെ എടുത്തോളൂ, ഞങ്ങൾ വിളിപ്പിച്ചോളാം. ആയിക്കോട്ടെ. ഇനി എന്നെ വിളിപ്പിക്കണതൊക്കെ ഈ അടുത്ത കാലത്തേക്ക് നടക്കില്ല എന്ന് മനസ്സിലായി. ദേവമോനെ, ഈ ഭാസ്കര പണിക്കർ കാണിക്കണ കുട്ടിയെ നീ തെരഞ്ഞെടുത്താലേ 1 മാസം കൊണ്ട് കാര്യങ്ങൾ ശുഭാവും. ചിലർക്കൊക്കെ ഇവിടെ ഇത് നടക്കണമെന്ന് പോലും ഇല്ല. എന്നാലേ എല്ലാവരും കൂടി തീരുമാനിക്ക്, എന്നിട്ട് എന്നെ അറിയിക്കുക. എന്നാ ഞാൻ ഇറങ്ങട്ടെ, പോവാണേ, പോട്ടെ. നാലെടുത്ത് പോകുന്ന പണിക്കരുടെ മുമ്പിൽ വെച്ച് നീ ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു. അച്ഛ, എല്ലാം തീരുമാനിച്ചിട്ട് ഊർമിളയോട് പറഞ്ഞാൽ മതി. മൂത്ത മോൾക്ക് ഒരു പ്രാധാന്യം ഇല്ലാത്തടത്തോട്ട് ഞാൻ കേറി വരുമെന്ന് കരുതുന്നുണ്ടോ? നീ വെറുതെ തെറ്റിദ്ധരിക്കണ്ട ഊർമിള. എന്താ അച്ഛനീ പറയുന്നത്? അജയനെ നോക്കുന്ന ഒരു പണിക്കാരിയേക്കാൾ കൂടിയ സ്ഥാനം എനിക്ക് വീട്ടിലില്ലെന്നറിയാം. ഇൻട്രസ്റ്റിംഗ്ലി അത് നിങ്ങളുടെ ഒരു നിവൃത്തിയേട് മാത്രം. സംസ്കാരത്തിന്റെ പേരിൽ നാവടക്കി ഇരുന്നാലും അജയന്റെ വായിന്ന് വീണത് പാഴ്വാക്കല്ല. തീരെ പക്വതയില്ലാത്തൊരു കൊച്ചു കുട്ടിയുടെ വാക്കുകളായിട്ടാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത്. ഏട്ടത്തി അമ്മ, ഇത് എവിടുന്ന് വന്നതാണെന്നോ ഇതിനെ ജനിപ്പിച്ചത് ആരാണെന്ന് ആർക്കറിയാം? അനാഥ. സരസ്വതി കലാക്ഷേത്രത്തിലെ റിഹേഴ്സൽസും PG കോളേജിലെ പ്രാക്ടിക്കൽസും ഉണ്ടെങ്കിൽ അതല്ലേ പ്രധാനം. അമ്പലത്തിലെ പ്രോഗ്രാം ഒക്കെ വിട്ടുകളയുന്ന എന്നെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചത് ചേച്ചിയാ. ശ്രീരാമചന്ദ്ര, സീതാമാതാവേ, അനാഥയായ എനിക്ക്
ഈ അച്ഛനും അമ്മയാണ് ജീവിതം തന്നെ. ആ കടപ്പാട് ഈ ജന്മം തീരില്ല. അതിനു വേണ്ടി എന്തും ഞാൻ സഹിച്ചോളാം. തെറ്റൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും എല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ടവളാ ഞാൻ. കാരണം ഈ വീട്ടിലുള്ളവരാരും വഴക്കുണ്ടാക്കരുത്. എന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പൊക്കോളാം. അജയൻ ചേട്ടാ, പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഏയ് നിന്ന്. പാല് കൊണ്ടുവന്നിരിക്കട്ടെ. എങ്ങനെയാ വന്നേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? മനസ്സിലായില്ല അല്ലേ? പാലും എടുത്തോണ്ട് തുള്ളിച്ചാടി കേറിയങ്ങ് പോരാൻ നീ കുടുംബത്തിലെ അംഗമൊന്നുമല്ലല്ലോ. ഇവിടുത്തെ വെറൊരു ജോലിക്കാരിയല്ലേ. ഡോറ് നോക്ക് ചെയ്തിട്ട് വേണ്ടേ അകത്തേക്ക് വരാൻ? അതും എങ്ങനെയാണെന്നോ, എന്റെ ഭർത്താവിന്റെ കവിളത്ത് വിരലുകൊണ്ട് ഇങ്ങനെ തട്ടും പോലെ. ഇയാൾക്കതിന് കഴിയില്ല. നിനക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പോയിക്കോ. കണ്ടായിരുന്നോ അവള് നിങ്ങളെ എങ്ങനെയാ നോക്കിയിട്ട് പോയെന്ന്? അതിനും അർത്ഥമുണ്ടോ? ഓഫ് കോഴ്സ്. കിടക്കാൻ നേരത്ത് ഒരു പ്രയോജനമില്ലെന്ന് അറിഞ്ഞിട്ട് പോലും ചുണ്ടുകളിൽ ലിപ്സ്റ്റിക് പുരട്ടിയത് എന്തിനാണെന്നോ? സ്വപ്നത്തിലെങ്കിലും നിങ്ങളത് മായ്ക്കൂ എന്നുള്ള കൊതി. ഭാര്യ പാല് ഗ്ലാസ്സുമായിട്ട് കയറി വന്ന നോക്കിയിരിക്കാനേ കഴിയൂ. എണീറ്റതൊന്ന് വാങ്ങിയിരുന്നെങ്കിലെന്ന് കൊതിയ. എന്തായാലും പണിക്കാരെ കൊണ്ടുവരുന്നത് നന്നായി. ഹേയ്, വിഷമം തോന്നുന്നുണ്ടോ? ബട്ട് ഇറ്റ്സ് ട്രൂ. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യയെ തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നാ അവള് നോക്കിയിട്ട് പോയതിന്റെ അർത്ഥം. എനിക്കതൊന്നും ഒരു കുഴപ്പമല്ല. നാടറിഞ്ഞ സത്യം, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളത്. എന്റെ ജീവിതം നിങ്ങളെ സേവിച്ചങ്ങ് തീരും, ഒരു സതീദേവിയെ പോലെ. ഓർമ്മയില്ലേ, അമ്മ വരുന്നുണ്ട്. മോന് മരുന്ന് കൊടുത്തോ? ഇതുവരെ ഇല്ലമ്മേ. സമയത്ത് അതൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഓർമ്മയിലെ? 1500 ദിവസങ്ങളായി ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. അതായത് 5 വർഷം. ഇടയ്ക്ക് കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ടെന്നേ ഉള്ളൂ. കാലുകൾ ഇതുവരെ ഒന്ന് അനക്കാൻ പോലും പറ്റിയിട്ടില്ല. എന്റെ മോന്റെ അനിയനിങ്ങ എത്തിയില്ലേ? അവന്റെ കല്യാണം കഴിഞ്ഞ് ഇളയ മരുമോൾ ഇങ്ങോട്ട് വന്നു കയറുമ്പോ ആ ആഘോഷത്തിന്റെ സന്തോഷത്തിൽ ഇവനെ എഴുന്നേക്കുവാണെങ്കിലോ? അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ കഴിയൂ. അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അങ്ങനെയെങ്കിലും എന്റെ ഭർത്താവ് ഒന്ന് എഴുന്നേറ്റ അത് കണ്ട് സന്തോഷിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും അമ്മേ. എന്റെ ദേവന്റെ പെണ്ണ് ഐശ്വര്യമുള്ളവളായിരിക്കും ഓർമ്മളെ. അവള് വന്ന് കയറുമ്പോ പല അത്ഭുതങ്ങൾ ഇവിടെ നടക്കും. മോനി
പാല് കുടിക്കും. മാതൃസ്നേഹം മകന്റെ നല്ലത് മാത്രമേ കണ്ണി കാണൂ. മരുമോളുടെ മനസ്സിൽ കരടുള്ളപ്പോ അമ്മ അത് കണ്ടല്ലേ പറ്റൂ. ശ്രേയയുടെ ഫോണല്ലേ? ഹലോ, ആരാണ്? ചേച്ചി, ഞാൻ ശ്രേയ. നീ ഫോണ് വീട്ടിൽ മറന്നു വെച്ചു പോയല്ലേ? എന്നിട്ട് എങ്ങനെയാ നീ ഫോൺ ചെയ്തേ? ചേച്ചി, ഞാൻ എന്റെ കൂട്ടുകാരുടെ ഫോണിൽ നിന്നാ വിളിക്കുന്നേ. ചേച്ചി, ഇപ്പൊ വീട്ടിലേക്ക് വന്ന് ഫോൺ എടുക്കാനുള്ള സമയമില്ല. ചിലപ്പോ സിനിമാക്കാരെങ്കിലും ഫോൺ ചെയ്യും. അപ്പോ ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. ഞാനെന്താ ചെയ്യണ്ടേ? ഇന്ന് വിളിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നേ. ഇനി എങ്ങനെ ഫോൺ ചെയ്യാണെങ്കിൽ എനിക്ക് സുഖമില്ലാന്ന് മാത്രം പറഞ്ഞ് കാര്യം എന്താന്ന് ചോദിച്ച് ഫോൺ വെച്ചോ. ഞാൻ കള്ളം പറയില്ലെന്ന് അറിയില്ലേ?